സെക്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാലുകളുടെ ഇടയിൽ ചെയ്യുന്ന ഒന്നല്ല. ഒരിക്കലും ഭർത്താവ് മാത്രം ഇനിഷ്യേറ്റ് ചെയ്യുന്നതല്ല ഒരു സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സെക്സ് ഭയങ്കര അടിപൊളിയാണ്. സ്ത്രീ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സെക്സ് പുരുഷന് പലപ്പോഴും താല്പര്യമാണ്. നമുക്ക് എല്ലാം മനസ്സിലാക്കണം, എന്നെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ചിന്തിച്ചു കഴിഞ്ഞാൽ സങ്കടപ്പെടാനേ സമയം ഉണ്ടാവും. പണ്ടൊക്കെയല്ലേ നമ്മൾ രാത്രി മാത്രം ചെയ്യുന്നൊരു സെക്സ്. ഇപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഓക്കെ ആണ്, മൂഡ് ഓൺ ആണ് എങ്കിൽ എനി ടൈം അതൊരു പ്രശ്നമല്ല. ഭാര്യ ഭർത്ത തമ്മിൽ സെക്സി ടോക്ക് വേണം, ഡേർട്ടി ടോക്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് രസങ്ങളുണ്ടാവും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ലൈഫ് കളറാവണമെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കുന്നു എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് ആ ഡേയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് കൊടുത്താലാണ് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്. കപ്പിൾസിന്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി നമുക്ക് ഈ മടുക്കാതെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം നമുക്ക് വീക്ക്ലി ട്വൈസ് എങ്കിലും നിർബന്ധമായിട്ടും സെക്സ് ചെയ്യുന്നത് എപ്പോഴും ഹെൽത്തിന് നല്ലതാണ്. അവരുടെ ഇമോഷണൽ ഇൻറ്റിമസി. ഡെയിലി സെക്സും മോശം എന്നല്ല. ഫോൺ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ആക്ച്വലി ഒന്നാമത്തത് ആക്ടിങ് ആണെന്ന് പോലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഫോൺ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ത്രീസമ്മിന് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. ഈ ഫോൺ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാർട്ട്ണറെ നമുക്ക് പോരാ എന്നൊരു ഫീലിംഗ് തോന്നും. ഞാൻ ഇടയ്ക്ക് റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളി മാരീഡ് ആണ്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞ് അവളുടെ ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, അതായത് സെക്ഷലി ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിലെ പെർഫോമൻസ് ഭയങ്കര മോശമാണ്, അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലേക്ക് പെർഫോമൻസ് വരത്തില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ വിഷൻ ഭയങ്കരമാണ്. ഓക്കെ, ആ വിഷൻ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ പ്രോൺ വീഡിയോസ് കാണും. അപ്പോൾ അതിനകത്ത് പക്ക ഹാർഡ് കോർ സെക്സുകൾ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിനെ കണ്ടിട്ട് ഇത് നേരെ ചെന്ന് വൈഫിൻ്റെ അടുത്ത് പയറ്റാൻ നോക്കും. അവർക്ക് ഒട്ടും അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കത്തില്ല. മറ്റേത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് അതേ സാധനം തന്നെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവരതിനെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഒട്ടും വൈഫിൽ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ഞാൻ ചോദിച്ചു വരുന്നത് ഈ പ്രോൺ വീഡിയോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കുറെ കൂടി ഈ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പോൺ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ആക്ച്വലി ഒന്നാമത്തത് ആക്ടിങ് ആണെന്ന് പോലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവര് തന്നെ ഈ പോൺ ആക്ടേഴ്സിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. പോൺ ആക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന അത്രയും ഇൻ്റർവ്യൂസും അത്രയും കുറേ വർക്ക്ഷോപ്സും കുറേ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ആക്ടേഴ്സിനെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. പോൺ ആക്ടേഴ്സിനെ അത് തന്നെ ഓരോ ഷോട്ടും പതുക്കെ കുറേ കഴിഞ്ഞിട്ടൊക്കെയാണ് ഒരു സെക്സ് വീഡിയോസ് എടുക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ കൂടെ ജീവിക്കുന്നത് മജ്ജയും മാംസവും ഫീലിങ്സും ഉള്ള മനുഷ്യരാണ്. പെയിൻ ഉണ്ടാവും. ഞാൻ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ. നമ്മളൊന്നും ഉപദേശകരല്ല. ഇറ്റ്സ് അപ്സ് ടു യു. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വിത്ത് കൺസെൻറ്റോടുകൂടി. അതല്ല നിങ്ങളെ പാർട്ട്ണർക്ക് ഇത് പറ്റുന്നില്ലെങ്കിൽ കൺവിൻസ് ചെയ്യാനുള്ളൊരു മര്യാദയെങ്കിലും വേണം. അതല്ലാതെ എൻ്റെ എക്സ്പെക്റ്റേഷൻ നീ ഇല്ല എന്ന് പറഞ്ഞ് ഒരു ജീവിതകാലം ഇതിൽ 5-6 വർഷം അല്ലെങ്കിൽ 7 വർഷമൊക്കെ ഇതൊക്കെ ആസ്വദിച്ച് ഒരു കാലഘട്ടത്തിൽ ഇത് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നത് അതൊരു അനീതിയല്ലേ? അപ്പം പോൺ വീഡിയോസിൽ നമ്മൾ പലപ്പോഴും ഇപ്പോഴൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഒരു പ്രീവിയസ് ഇയേഴ്സ് ബാക്കൊക്കെ ഒരു നാനാ വാരികയോ അല്ലെങ്കിൽ ഒരു കാസറ്റുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളംകൈയിൽ ഇങ്ങനെ എപ്പോൾ വേണമെങ്കിലും കാണാമെന്നുള്ള രീതിയിൽ, അതും ഏത് വെറൈറ്റി വേണമെങ്കിലും എത്ര ആളുടെ കൂടെ വേണമെങ്കിലും, ത്രീസം, BDS, പിന്നെ എന്താ പറയാ പല ടൈപ്പ് സെക്സ് വരുന്നില്ല. അപ്പൊ ആളുകൾക്ക് ഭാര്യ ഭർത്താവ് എന്നുള്ളതിനേക്കാളും പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി, പിന്നെ അച്ഛൻ, അമ്മ, പിന്നെ പല പല കാറ്റഗറീസ് ഒക്കെ ആളുകൾ വരാൻ തുടങ്ങി. അപ്പൊ ആളുകൾക്ക് പിന്നെയും അടുത്തത് കാണണം എന്നുള്ളൊരു ഇത്, പിന്നെ 2 ആളായി 3 ആളായി, പിന്നെ ഒരു എക്സ്ട്രീമായി. കാരണം കണ്ട് ആളുകൾക്ക് പുതുമയിലേക്ക് ഇങ്ങനെ മൈൻഡ് പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ വരുന്ന കേസുകളിൽ അത്രയും ഭയങ്കര ഇത്തരം, അതായത് പോൺ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പൊ ത്രീസമ്മിന് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. അതുപോലെ തന്നെ സ്വാപ്പിംഗ്, അതൊക്കെ ഇവിടെ വളരെ ഗ്രൂപ്പ്. പക്ഷെ ഇതൊക്കെ പറയുന്ന ആളുകളോടാണ്
ഇതൊക്കെ എങ്ങനെ അറിയുന്നു? നമ്മൾക്ക് വരുന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത്രയധികം കേരളത്തിൽ സ്വാപ്പിങ്, മസാജ് സെന്റർ അത്രയധികം ഉണ്ട്. വളരെ നോർമലായിട്ട് നമ്മളിത് ക്യാമറയുടെ മുമ്പിൽ പറയുമ്പോൾ ഇതെല്ലാം ഇതിൽ നടന്നു പോകുന്ന കാര്യങ്ങളാണ്. വളരെ ഇതായിട്ട് കാണുന്നത്. അപ്പം ഈ പോൺ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പാർട്ട്ണറെ നമുക്ക് പോരാ എന്നൊരു ഫീൽ തോന്നാറുണ്ട്, തോന്നും. അപ്പോൾ ഇത് ഒരിക്കലും എന്താ പറയാ, പോൺ വീഡിയോസ് നിരന്തരം കണ്ട് നമുക്ക് നമ്മുടെ അഡിക്ഷൻ വരികയാണ്. അഡിക്ഷൻ വരുമ്പോൾ മാസ്റ്റർബേഷനും വരുന്നുണ്ട്, പോൺ അഡിക്ഷൻസും വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പാർട്ട്ണർ അത്ര പോരാ എന്നുള്ളൊരു ഫീൽ വരുന്നു. ഇപ്പോൾ അതിനേക്കാളും ഇത് വയാഗ്ര ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ തുർക്കി ജാമ്, പല ഇത് മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിച്ച് സമയം കൂട്ടുക. പക്ഷെ ഇതൊക്കെ വൺസ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ ഒരു ആഡും ചെയ്തിട്ടില്ല ഇന്ന് വരെ. എൻ്റെ പേജിൽ ഞാൻ പല കമ്പനികളും നമ്മളോട് വിളിക്കാറുണ്ട്. പക്ഷെ ഒന്ന്, നമുക്ക് മരുന്ന് ഞാൻ സൈക്കാട്രിസ്റ്റ് അല്ല, ഞാൻ ഡോക്ടർ അല്ല, നമുക്ക് മരുന്ന് പ്രിഫർ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് മരുന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അല്ലാതെ ഒരിക്കലും നിങ്ങൾ മരുന്ന് കഴിക്കരുത് ഈ പല കാണുന്ന രീതിയിൽ. കാരണം വൺസ് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ വേണ്ടി വരും, പിന്നെ ആ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഇപ്പൊ സെക്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കാലുകളുടെ ഇടയിൽ ചെയ്യുന്ന ഒന്നല്ല. ഒരു സെക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം പ്ലഷറുകളാണ് നമുക്ക് നമ്മുടെ ഹാർട്ട് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മെൻ്റലി ഫ്രീ ആണ്, സ്ട്രെസ് ഫ്രീ ആണ്, നമുക്ക് നല്ല ഉറക്കം വരുന്നു, ഒരുപാട് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ, നമ്മൾ വളരെ മെൻ്റലി ഓക്കെ ആവുകയാണ്. ഒരു സെക്സ് ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഓക്കെ. ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ്, മെൻ്റലി ഓക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഒരു സെക്സിലൂടെ നമുക്ക് റിലീസായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, പോൺ വീഡിയോസിലൂടെ കാണുന്ന പോലെ ആവണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധിക്കില്ല. ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്കിടയിൽ ഭയങ്കര മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് ഇപ്പം അതും ഒരു ടൈപ്പ് ഓഫ് പോൺ വീഡിയോസിൻ്റെയൊക്കെ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കുട്ടികളും ഭയങ്കരമായിട്ട് ഇതിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അറിയാത്ത രീതിയിൽ അറിയാതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഭയങ്കര അബദ്ധത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ കുട്ടികളുടെ ഇടയിലുള്ള ഒരു സെക്സ് എന്ന് പറയുമ്പം അവർക്ക് റിയലായിട്ടും സെക്സ് എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മൾ ഈ കുട്ടികൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം അവരെന്താണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ പാരൻസ് ശ്രദ്ധിക്കാറില്ല അല്ലേ. ഇവരെന്താണ് ഇപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന പരസ്യങ്ങൾ അത്രയും ബിക്കിനി ഇട്ടിട്ടുള്ളതും അതല്ലാതെയും ഒക്കെ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും. പൊത്തിവെച്ച് എന്തിനേയും തുറന്നു നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി പലപ്പോഴും മനുഷ്യന്മാർക്കുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ പിന്നെ മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴും അല്ലെ മറ്റൊരു ആളുകളെ കാണുമ്പോഴും ഒക്കെ, പ്രായം കൂടിയിട്ടുള്ള ആളുകൾ കാണുമ്പോഴും ഒക്കെ താല്പര്യം തോന്നുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് സെഷനിൽ 50 വയസ്സിലെയും 40 വയസ്സിലെയും 60 വയസ്സിലേക്ക് സെഷൻ എടുക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ് മുതലേ ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ 4ാം ക്ലാസ് മുതലേ ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ അപ്പം മുതൽ സെക്ഷൽ ഫീലിങ്സ് ഉള്ള ആളുകളുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇതൊന്നും ഇത്രയേ ഉള്ളൂ, പറയാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷനെ കുറിച്ചിട്ടും ഡിസോർഡറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ അത്രയും പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലെ. ഇത്തരം ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഇതിനെക്കുറിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, ഇതിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നതെന്ന് പറയുമ്പോൾ, റീസെൻ്റ് ആയിട്ട് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡ്രഗ് യൂസ് ചെയ്തിട്ട് സ്വന്തം പാരൻസിന് തന്നെ മോശമായിട്ട് സംസാരിച്ചു എന്നുള്ളത്. അപ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ആണ് ഈ അമ്മ വന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് അമ്മ ഏതാണെന്നോ അനിയത്തി ഏതാണെന്നോ ചേട്ടൻ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം നിരന്തരമുള്ള ഈ ഫീലിങ്സ് നിരന്തരമുള്ള ഈ വീഡിയോസ് കാണുമ്പോൾ ആളുകൾക്ക് സ്ത്രീ എന്നുള്ള ഒരു കൺസെപ്റ്റ്, പെണ്ണ് എന്ന് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മളുടെ വീടുകളിൽ എനിക്കും 2 ആൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരെന്താണ് നോക്കണം, അല്ലെ അവർക്ക് നമ്മൾ മൂല്യങ്ങളെ നമുക്കിനി പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളും എടാ ഇങ്ങനെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവാം, പക്ഷെ നീ ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീക്ക് ഇതൊക്കെ ഉണ്ട്, പീരീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയാറുണ്ട്, എനിക്ക് പീരീഡ്സ് ആണ്, എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ട്, ഈ സമയത്ത് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ബെഡിലേക്ക് പോകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൂട്ടില്ല. ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി കിടത്തണം. സിബ്ലിങ്സിനെ നമ്മൾ മാറ്റി കിടത്തണം.
ഇപ്പൊ നമ്മൾ എഴുകിച്ചേരുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ ഇതിനൊരു ദൂഷ്യവശം കൂടി ഉണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. നമ്മളെല്ലാം ഒരു പരിധി വരെ നമ്മളുടെ കൺട്രോളിൽ നമുക്ക് കിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ. അത് കഴിഞ്ഞ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ദർ ഇസ് എ ബൗണ്ടറി ഫോർ എവറിത്തിങ്. നമ്മൾ ആ ബൗണ്ടറി പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കാം, ഈ സെക്സിലെ മടുപ്പ് അതിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പിൾസിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്ലി നമുക്ക് ഈ മടുക്കാതെ ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എത്ര ടൈം നമുക്ക്? വീക്ക്ലി ട്വൈസ് എങ്കിലും നിർബന്ധമായിട്ടും സെക്സ് ചെയ്യുന്നത് എപ്പോഴും ഹെൽത്തിനും നല്ലതാണ്. അവരുടെ ഇമോഷണൽ ഇൻറ്റിമസി, ഡെയിലി സെക്സും മോശം എന്നല്ല, പക്ഷെ എന്നാലും ഓൾട്ടർനേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും സെക്സ് ചെയ്യുന്നത് നല്ലതാണ്. ഇറ്റ്സ് ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പൊ ഭാര്യയും ഭർത്താവും പറയാണ്, പണ്ടൊക്കെ അല്ലേ നമ്മൾ രാത്രി മാത്രം ചെയ്യുന്നൊരു സെക്സ് അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്താൽ ചെയ്യുന്ന സെക്സ്. അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾക്ക് 2 പേർക്കും ഓക്കെ ആണ്, മൂഡ് ഓൺ ആണ് എങ്കിൽ എനി ടൈം അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ ഡെയിലി സെക്സ് ചെയ്യുന്ന ഹൈപ്പർ സെക്സിൻ്റെ കേസ് നമുക്ക് കാണാം. ചിലപ്പോൾ ഭാര്യയ്ക്ക് നല്ല താല്പര്യമായിരിക്കും, ചിലപ്പോൾ ഭർത്താവിന് നല്ല താല്പര്യമായിരിക്കും. അങ്ങനെ ഇപ്പം ഒരിക്കലും ഭർത്താവ് മാത്രം ഇനിഷ്യേറ്റ് ചെയ്യുന്നതല്ല ഒരു സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സെക്സ് ഭയങ്കര അടിപൊളിയാണ്. സ്ത്രീ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സെക്സ് പുരുഷന് പലപ്പോഴും താല്പര്യമാണ്. അപ്പോൾ ചില പുരുഷന്മാർ പറയേണ്ടത് ഞാൻ അങ്ങോട്ട് പോയാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. അങ്ങനെയല്ല, 2 പേരും കൂടെ ഒരു നമ്മൾ പറയല്ലോ സിഗ്നൽ കൊടുക്കാന്ന് പറയാറുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ അത് വേണം. ഭാര്യ ഭർത്താവ് തമ്മിൽ സെക്സി ടോക്ക് വേണം, ഡേർട്ടി ടോക്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് രസങ്ങളുണ്ടാവും. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ലൈഫ് കളറാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കുന്നു എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് ആ ഡേയിൽ നമ്മൾ നമ്മുടെ പാർട്ട്ണറിന് കൊടുത്താലാണ് ഇതൊക്കെ ബ്യൂട്ടിഫുൾ ആവുള്ളൂ. അതല്ല, ഇപ്പം റീസെൻ്റ് ആയിട്ടൊരു ഗൾഫിലുള്ള ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ആകെ വാട്സപ്പിലുള്ളത് വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങൾ, കറണ്ട് ബില്ല്, ഇതല്ലാതെ എന്നോട് സുഖമാണോ എന്ന് പോലും ചോദിക്കാറില്ല എന്നുള്ളത്. അപ്പം ഇത് ഫേസ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട് അല്ലേ. ഒന്നെന്നോട് സുഖമാണോ, അല്ലെങ്കിൽ നീ ഓക്കെ ആണോ, അല്ലെങ്കിൽ എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് പോലും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഫിസിക്കലി ബുദ്ധിമുട്ടുള്ളതെന്ന് പോലും അറിയില്ല എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ തമ്മിലുള്ള ഇമോഷണൽ ഇൻറ്റിമസി എന്താണ്. നമുക്ക് ഒരാളോട് ഡയറക്റ്റായിട്ട് പോയിട്ട് നിങ്ങൾ തമ്മിൽ ഇമോഷണൽ ഇൻറ്റിമസി ഇല്ലാലേ എന്നൊന്നും ചോദിക്കേണ്ട. ഒരൊറ്റ ചോദ്യം ചോദിച്ചത് തന്നെ മനസ്സിലാവും അവർ തമ്മിൽ എന്താണ് എന്നുള്ളത്. ഇപ്പൊ വീക്ക്ലി ട്വൈസ് എന്ന് പറയുന്നത് ഹെൽത്തി ആണ്, ഡിപ്പെൻസ് അപ്പോൺ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചതാണ്. ഇപ്പോഴുള്ള നമ്മൾ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ മോർണിംഗ് ഉണ്ടാവും. അപ്പം അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതല്ലാതെ തന്നെ രാവിലെ പോയി വൈകുന്നേരം വരുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവും. ഇത് ഡിപ്പെൻസ് അപ്പോൺ ആണ്. പക്ഷെ നിങ്ങൾ 2 പേരും എപ്പോഴാണോ ഓക്കെ ആവുന്നത്, എപ്പോഴാണോ മൂഡ് ഓൺ ആവുന്നത്, അപ്പോഴാണ്. അതിനൊരു നിശ്ചിത ടൈം അല്ലെങ്കിൽ ഇത്ര തവണ ചെയ്യണം അങ്ങനെയില്ല. നമ്മൾ ഓക്കെ ആണ്, നമുക്ക് എപ്പോഴാണോ പറ്റുക ആ ഒരു ടൈമിൽ. പക്ഷെ ഒരു മാൻഡേറ്ററി ആയിട്ടൊരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാർട്ട്ണർ ഒരു വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്, നമ്മളെപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര അതൊരു വലിയ ഫാക്റ്റാണ്. നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ലെ എഫേർട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പം നമ്മളെപ്പോഴും ഇപ്പം നീ പറഞ്ഞ പോലെ പാർട്ട്ണർക്ക് നല്ല താല്പര്യമുണ്ട്, ഒരാൾക്ക് തീരെ താല്പര്യമില്ല. ഇത്രേ ഉള്ളൂ. 1000 into 0 is equal to എന്താണ്? 0. 1 lakh into 0 is equal to 0. ഒരാൾ കിടന്ന് എഫേർട്ട് എടുക്കുന്നു, പക്ഷെ മറ്റാൾക്ക് ഒരു ഭാവം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എഫേർട്ട് എടുക്കുന്ന ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ ചെറിയൊരു ഹാപ്പിനെസ്സിന്. ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ, നല്ല ഭക്ഷണമൊക്കെ പാകം ചെയ്ത് പുരുഷനെ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ചെയ്ത് പുരുഷനെ വരവേൽക്കണം. അതേപോലെ സ്ത്രീക്ക് സന്തോഷം, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ ഇന്നത് കൊടുത്താൽ, ഈവൻ വലിയൊരു ഗോൾഡ് കൊടുക്കണം എന്നൊന്നുമില്ല, ചിലപ്പോൾ ചില പരിപ്പുവടയോ അല്ലെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു 500 ഒരു സാരിയോ ഒക്കെ ചില ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലാണ് കേട്ടോ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമിക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് സ്നേഹം അല്ലാതെ വേറെ എന്താ വരിക? ഫീലിങ്സ് അല്ലാതെ നമുക്ക് എന്താ വരിക? ചിരി അല്ലാതെ എന്താ വരിക? ആ ഫീലിംഗ് നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് തോന്നുക? അതെ അല്ലെ. അപ്പൊ അത് ഡിപ്പെൻസ് ആണ് ഈ പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും കേട്ടിട്ടുണ്ട്, പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സെക്ഷലി ഓക്കെ അല്ല, സോ ഞാൻ ഡിവോഴ്സ് ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾ കെയർ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്, പൈസ തരുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ സെക്ഷലി ഞാൻ ഓക്കെ അല്ല, സോ ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നു. എന്തായിരിക്കും അതിന്റെ? ഈ സെക്ഷലി ഓക്കെ അല്ല എന്ന് ഒരാൾ പറയുമ്പോൾ അവിടെ ഇമോഷണലിയും ഓക്കെ അല്ല. ഇമോഷണലി ഓഫ് കോഴ്സ് ഇമോഷണലി ഓക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും?
സെക്ഷലി ഓക്കെ ആവാൻ ശ്രമിക്കും പാർട്ട്ണർ. ഇപ്പൊ സെക്ഷൽ കോമ്പാക്റ്റബിലിറ്റി ഇല്ല എങ്കിലും അയാൾ എഫേർട്ട് എടുക്കും, അല്ലെങ്കിൽ അവൾ എഫേർട്ട് എടുക്കും, എനിക്ക് മാറണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഡിസ്പെർമിയയുടെ കേസിൽ, വജൈനിസ്മസിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനെസ്സിൻ്റെ കേസിലൊക്കെ പറ്റുന്നില്ല, പെയിനാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഗൈനക്കിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, എനിക്കിത് മാറണം, എനിക്കിത് പ്ലഷർ ആവണം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് ആ എഫേർട്ട് എടുക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കളയാൻ തോന്നും. ഒരു രീതിയിലും എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ് മൂവ് ഓൺ ചെയ്യുന്നത്. സെക്ഷലി ഓക്കെ അല്ലാത്തത് കൊണ്ടല്ല, എഫേർട്ട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ താല്പര്യം, എന്തുകൊണ്ട് എന്നോട് താല്പര്യമില്ല, എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല എന്ന് നിരന്തരം ആവർത്തിച്ചിട്ട് ഒരു സ്ത്രീയും പുരുഷനും ഓപ്പോസിറ്റായിട്ട് പറയുമ്പോൾ ഒരു രീതിയിലും ഞാൻ ഇത്ര പറഞ്ഞിട്ടും അവൾ എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇത്ര പറഞ്ഞിട്ട് അയാൾ എനിക്ക് വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല, എഫേർട്ട് എടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഡിവോഴ്സ് വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ പെയിൻ എന്ന് പറഞ്ഞില്ലേ, ഗൈനക്കിന്റെ അടുത്ത് പോകുന്ന കാര്യം പറഞ്ഞില്ലേ, അത് ആക്ച്വലി അതൊരു രോഗാവസ്ഥയാണോ? വെജൈനിസ്മസ് എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിന് ടൈറ്റൺ ആവുന്നതാണ്. അപ്പോൾ സെക്ഷൽ ഇന്റർകോഴ്സിൽ പോകുന്ന സമയത്ത് കാലുകൾ അകത്താൻ ഭയങ്കര മടിയായിരിക്കും. ചിലപ്പോൾ അത് പാസ്റ്റ് ട്രോമ ഉണ്ടാവും, ചിലപ്പോൾ മിസ്സായിട്ടുള്ള അറിവുകൾ, തെറ്റായിട്ടുള്ള അറിവുകൾ, സെക്ഷലി ആയിട്ടുള്ള അറിവുകൾ കൊണ്ട് ഇങ്ങനെ സംഭവിക്കാം. പേടിയുണ്ടാവും, അല്ലെങ്കിൽ ചിലർ പറയും അയ്യോ ഭയങ്കര വേദനയാണ് കേട്ടോ, ഭയങ്കര ബ്ലീഡിങ് ആണെന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇത് കേട്ടുള്ള ഒരാൾക്ക് സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഭയമായിരിക്കും. അപ്പോൾ നമ്മുടെ മസിൽസ് നമ്മൾ ടൈറ്റൺ ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ പറ്റില്ല. ചില കേസിൽ നമ്മൾ വജൈനൽ ഹോള് വളരെ ചെറുതായിരിക്കും, അവിടെ ഉറപ്പായിട്ടൊരു ഗൈനക്കിൻ്റെ അടുത്ത് പോയി എക്സാമിൻ ചെയ്ത്, ചിലർക്ക് സ്റ്റിച്ച് ഇടേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്, ചിലർക്ക് സെക്സ് ഡയലേറ്റർ പറയാറുണ്ട്. സെക്സ് ഡയലേറ്ററൊക്കെ യൂസ് ചെയ്ത് ചിലർക്ക് ഫിംഗറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിംഗറൊക്കെ പോകുന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. പക്ഷെ അത് പോവാത്തൊരവസ്ഥയിൽ ഉറപ്പായിട്ടും ഗൈനക്കിൻ്റെ അടുത്ത് പോയി കാണുക എന്നുള്ളതാണ്. പിന്നെ ചില കേസിൽ സെക്ഷലി ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആയിരിക്കും, ഭയങ്കര പെയിൻ വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഭാഗത്തുള്ള മസിൽസിൻ്റെ ഇഷ്യൂസ് ആണ്. അതൊക്കെ ഉറപ്പായിട്ടും ട്രീറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ചിലർക്ക് സൈക്കോളജിക്കലി ഇഷ്യൂസ് വരുമ്പോഴാണ് കൗൺസിലിങ്ങിൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തെറ്റായ ധാരണകൾ, ചിലപ്പോൾ ബാല്യകാലത്ത് ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടാവാം. റേപ്പ് കേസിൽ കാണാറുണ്ട്, അബ്യൂസ് കേസിൽ. ഇപ്പം റേപ്പ് കേസിലൊക്കെ നമ്മൾ പലപ്പോഴും പുറത്തുനിന്നുള്ള ആളല്ലേ, വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള മോശമായിട്ടുള്ള അനുഭവം വരുമ്പോൾ ആദ്യം മെൻ്റലി ഷോക്കാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴൊക്കെ പിന്നെ ഒരു പുരുഷൻ ഇങ്ങനെയാവും, അല്ലെങ്കിൽ ഈ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ്, അടി ബഹളമൊക്കെ ഉള്ള പാരൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാവണം എന്നുള്ളൊരു തോട്ട്, അല്ലെങ്കിൽ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്, അങ്ങനെ ഒരു തോട്ട്. അപ്പോൾ ഒരു ജനറലൈസ് ചെയ്യുക, അതുമൂലം ഉണ്ടാകുന്ന കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊരു ഫാക്ട് ആണ് കേട്ടോ. ശരിക്കും ഈ പെയിൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മളൊരു ഗൈനക്കിനെ കണ്ടാൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ചില കേസിൽ ഈ പറയുന്ന പോലെ ഫോർപ്ലേയുടെ അറിയാത്ത പുരുഷന്മാരുണ്ടാവും. ചില കേസിൽ ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അനസ്തെറ്റിക് ലൂബ്രിക്കേഷൻസ്, പക്ഷെ അതൊക്കെ ഗൈനക്കാണ് പറയേണ്ടത്. ലൂബ്രിക്കേഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ മാറ്റം വരും. അതുപോലെ ഇപ്പൊ നമ്മൾ ടൈമിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോൾ ഈ തുർക്കി ജാം, വയാഗ്ര ടാബ്ലറ്റ്സ്, സ്പാനിഷ് ഫ്ലൈ പോലുള്ള കുറെ കാര്യങ്ങളുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ. കുറെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സെക്ഷൽ ടൈമിൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡ്രഗ്സ്, അതിപ്പം ആൽക്കഹോൾ ആയിക്കോട്ടെ, ഇപ്പം വീഡ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളൊരു എക്സ്ട്രീം ഫീല് നമുക്ക് കിട്ടും, ടൈമിങ് കിട്ടും എന്ന് പറയുന്നത്. ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പോൾ രണ്ടുപേരും ഡ്രിങ്ക് ചെയ്ത് സെക്സ് ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അവിടെ നമുക്ക് നോ പറയാൻ പറ്റില്ല. ഒരു പാർട്ട്ണർ പറയാണ്, ഞങ്ങൾ അങ്ങനെ പറയുന്ന എത്രയോ കപ്പിൾസ് ഉണ്ട്, അയ്യോ ഞങ്ങൾ പുറത്തു പോയി അല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതൊന്നും സ്ഥിരമാക്കരുത് എന്നുള്ളൂ. സ്ഥിരമാക്കരുത്. അതൊന്നും നോന്ന് പറയാനും നമ്മൾ ആളല്ല, യെസ് എന്ന് പറയാനും. അതൊക്കെ അവരുടെ ചോയ്സാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏറ്റവും കൂടുതലും ഇപ്പം എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒരുപാടുണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ്സ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് സെക്ഷൽ ലൈഫിനെ ബാധിക്കുന്നത്? ആക്ച്വലി ഇപ്പോൾ വളരെയധികം ലൈഫ് സ്റ്റൈൽ ഡിസീസ്, PCOD, PCOS, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. കാരണം പൊതുവേ പീരീഡ്സിൽ പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞ് പെയിനിനൊക്കെ നോർമലൈസ് ചെയ്ത് ലാസ്റ്റ് അത് വലിയൊരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ നോർമലായിട്ട് ഇതൊക്കെ ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, PCOD ഉള്ള സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് എന്താ വരിക, നോർമലി ക്ഷീണം ഉണ്ടാവും, തടി കൂടുക, ബോഡി ഹെയർ വരിക, ഇപ്പോൾ താടി വരിക, കഴുത്തിന് ബൾജ് ചെയ്യുക, കഴുത്തിന് കറുപ്പ് വരിക,
പിന്നെ ഒന്നിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും സങ്കടം വരിക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റിങ്ങിലൂടെയാണ് സ്ത്രീ കടന്നു പോകുക. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സെക്ഷുവലി താല്പര്യം ഉണ്ടാവില്ല, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, അപ്പോൾ താല്പര്യക്കുറവുണ്ടാവും, എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. PMOSൻ്റെ കേസിൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നോക്കുമ്പം അവരുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. പീരീഡ്സ് ഇറഗുലർ ആകുന്നത് തന്നെ താളം തെറ്റി അവിടെ പിന്നെ ഈ പറയുന്ന പോലെ കരച്ചിൽ, മീൻസ് ഓവറായിട്ടുള്ള ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇതായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മനസ്സിലാക്കാത്തൊരു പുരുഷനാകുമ്പോൾ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. പുരുഷൻ എപ്പോഴും ഇത് പീരീഡ്സിന്റെ സൈക്കിൾ ഓർത്തിരിക്കാനും പറ്റില്ലല്ലോ. അത് നമുക്ക് അയ്യോ നിങ്ങൾ ഇതിങ്ങനെ മനസ്സിലാക്കണമെന്ന് നിർബന്ധം പറയാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫേസ് ഓഫ് ലൈഫ് സ്ത്രീക്കുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ അഡിനോമൈസിസോ എൻഡോമെട്രോസിസ് ഒക്കെ ഉള്ള ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. ഒരു ഡെലിവറി പെയിൻ തന്നെയാണ് എല്ലാ മന്തും അനുഭവിക്കുന്നത്. ഒരു പീരീഡ്സ് ക്രാംസ് പോലെ അല്ലെങ്കിൽ മസിൽ ക്രാംസ് പോലെയൊന്നുമല്ല. അതുപോലെ തൈറോയ്ഡ് ഇഷ്യൂസിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ സെക്ഷലി താല്പര്യക്കുറവ് ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അത് സെക്ഷൽ ഹെൽത്തിനെ ബാധിക്കും. മെയിനായിട്ട് ഒരു ബ്രെയിൻ ഫോഗ്, ഒരു മന്ദത, ഒന്നിനോടൊരു താല്പര്യക്കുറവില്ല, സന്തോഷിക്കാൻ പറ്റില്ല, പെട്ടെന്ന് സങ്കടം വരിക, ഈ പറയുന്ന പോലെ ഒരു ഡിപ്രസീവ് മൂഡിലേക്ക് പോവുക. ഇത്തരം അവസ്ഥകൾക്കൊക്കെ ഒരു PMOS ഉള്ള ആളുകളിൽ കാണപ്പെടാറുണ്ട്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്നതാണോ? അതോ മരുന്ന് കഴിക്കാനല്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസ് അത്രയും പ്രോപ്പറായിട്ടുള്ള ഉറക്കം. നമ്മൾ ഇപ്പോൾ ഈ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ്റെയും എറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ഒക്കെ കേസിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഉറക്കം പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. ഒരു 8 hour എങ്കിലും പുരുഷൻ ഉറങ്ങുക, സ്ത്രീയും അങ്ങനെ തന്നെ. നമുക്ക് കറക്റ്റ് ഉറക്കം റെഡി ആയില്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ താളം തെറ്റും. നമ്മുടെ ഫുഡ്, നമ്മൾ തടി ഉറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുഡ് കഴിക്കാതിരിക്കും. പക്ഷെ കുറച്ച് നിങ്ങൾ മോർണിംഗ്, ഉച്ചയ്ക്ക്, ഈവനിങ്, നൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും നിങ്ങൾ ഫുഡ് കഴിക്കണം. നമ്മുടെ ബോഡി അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഒക്കെ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ട് ഒരു ഡയറ്റ്, നമ്മൾ സ്വയം ഡയറ്റ് ചെയ്യാതെ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈലിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ, അല്ലാതെ ഇപ്പോൾ ടാബ്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. നല്ല പ്രോപ്പറായിട്ട് ഇപ്പോൾ ചിലർ പറയാൻ ഉറക്കാൻ പറ്റും. PMOS ഉള്ള ആളുകൾ എപ്പോഴും പറയുന്നത് ഉറക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എപ്പോഴും 1 മണിക്കും 2 മണിക്കും 3 മണിക്ക് എണീക്കുക, പിന്നെ ഉറക്കമില്ല, പിന്നെ ഇങ്ങനെ കണ്ണ് വീഴ്ചിരിക്കുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ട്. പിന്നെ ഭയങ്കര ആങ്സൈറ്റി ഇഷ്യൂസ് കാണിക്കാറുണ്ട്, നെഞ്ച് പടപടാന്നിരിക്കുക, പിന്നെ റിലേഷൻഷിപ്പിൽ വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം വരിക. അങ്ങനെയുണ്ട്. ഉറപ്പായിട്ടും വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം പലപ്പോഴും PMOS ഉള്ളപ്പോൾ ഓഫ് കോഴ്സ് ആയിട്ടും ഈ പറയുന്ന പോലെ ഡിപ്രഷനും ആങ്സൈറ്റിയുടെ ചില സിംറ്റംസ് ഒക്കെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ട്ണറെ വിളിക്കും, എവിടെയാ, എന്താ, എങ്ങനെ, എപ്പോൾ എത്തൂലേ, എന്നെ വിട്ടു പോവുമോ, ഈ പറയുന്ന കുറേ ഒരു ആദിയും ടെൻഷൻ. ഇത് എപ്പോഴും എന്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഈ അവിഹിതമൊക്കെ പിടിച്ച കേസുകളിൽ PCOD ഉള്ള ആളാണെങ്കിൽ പിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു കേസ് മതി, പിന്നെ ഒരു ആദ്യമായിരിക്കും. ചിലപ്പോൾ ഒരു ടൈം ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾ വെയിറ്റിംഗ് ആക്കി വേറെ ആരോട് സംസാരിച്ചു ചിന്തകൾ മാറും. മീൻസ് അതായത് ഈ PMOSൽ ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് നോർമലായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ പറ്റില്ല. പ്രോപ്പറായിട്ടൊരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഒരു പരിധി വരെ മാറ്റുക എന്നുള്ളതല്ല. പ്രോപ്പർ ഡയറ്റീഷ്യൻ, പ്രോപ്പർ ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ്, ഇവരുടെ ഈ മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഫിസിക്കൽ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചാൽ മാത്രമേ ഇത് ഓക്കെ ആവുള്ളൂ. നമുക്ക് വെറുതെ കുറെ ചാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. പ്രോപ്പറായിട്ട് ഗൈനക്കിൻ്റെ അടുത്ത് പോയി ഗൈനക്കിൻ്റെ അടുത്ത് പോകണം, സെക്സോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോവേണ്ടി വരും, യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ നെർവ് സംബന്ധമായിട്ടാണെങ്കിൽ ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ പോകണം. എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളതാണിത്. അങ്ങനെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ D3 കുറഞ്ഞാൽ എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ B12 കുറഞ്ഞാലേ, അല്ലെങ്കിൽ മെഗ്നീഷ്യം കുറഞ്ഞാൽ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ടാബ്ലറ്റ് ഇൻടേക്ക് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഈ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹോർമോൺ ബാലൻസ് ഉണ്ടാവും. സപ്ലിമെന്റ്സ് ആണ് പറയുന്നത്, ടാബ്ലറ്റ് സപ്ലിമെന്റ്സ് ആണ്. അപ്പോൾ അതല്ലാതെ തന്നെ നോർമലി നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ പ്രോപ്പർലി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി, ഒന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്താണ്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാകും,
അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ കറക്റ്റ് നമ്മുടെ ലൈഫ് കറക്റ്റ് ആയത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും വിത്തൗട്ട് ടാബ്ലറ്റ്. പിന്നെ ഇതിന്റെ എല്ലാ ഒരു അൾട്ടിമേറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറോടാണെങ്കിൽ ഉറപ്പായിട്ടും അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല. അതില്ല, അല്ല, നമുക്ക് എല്ലാം മനസ്സിലാക്കണം, എന്നെ കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ചിന്തിച്ചു കഴിഞ്ഞാൽ സങ്കടപ്പെടാനേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല, നമ്മുടെ ആ സ്പേസിൽ ഇരുന്നു കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവരെയും എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല, എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല. എല്ലാം തുറന്നു പറഞ്ഞാൽ ബോറല്ലേ. അതെ, നമ്മൾ നോക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി നമ്മുടെ പാർട്ട്ണറിന് എന്നും വേണം. നമ്മൾ നോക്കുമ്പോൾ ആ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗി നമ്മുടെ പാർട്ട്ണറിന് നമ്മളോട് ഇല്ലെങ്കിൽ ഇത് പലപ്പോഴും വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ എനിക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു പാസ്റ്റ് പറയാം. കാരണം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളോടാണ്, ഒരു സംശയരോഗിയോടാണ്, നമ്മളൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ തീർന്നു. നമ്മൾ ആളുകളെ മനസ്സിലാക്കിയിട്ട് പറയുക എന്നുള്ളതാണ്. ഒരേ സമയം പലപ്പോഴും ഈ സംശയരോഗികളാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരിക. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ എടുക്കാറില്ല അത്തരം കേസുകളെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കൺവിൻസ്ഡ് ആവില്ല. ഇപ്പൊ പാരനോയിഡ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവർക്ക് എന്ത് ചെയ്താലും പാർട്ട്ണറിന്റെ അച്ഛൻ വന്നാലും സംശയമാണ്, ആങ്ങള വന്നാലും സംശയമാണ്, എല്ലാവരെയും സംശയമാണ്. ഈവൻ പെണ്ണിനാണെങ്കിലും സ്വന്തം അമ്മ, പാർട്ട്ണറിന്റെ അമ്മ അടുത്തിരുന്നാലും പെങ്ങള് അടുത്തിരുന്നാലും ഒക്കെ പ്രശ്നമുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ ഫെയർ ആയാലും പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ നമ്മുടെ രഹസ്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നാർസിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതെ, അത് നമ്മളെ ഒരു ആയുധമാക്കിയിട്ട് ഗ്യാസ്ലൈറ്റ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മള് കൊല്ലാൻ വേണമെങ്കിലും, നിനക്ക് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, നിനക്ക് തന്നെയായിരുന്നില്ലേ പണി. ഫാമിലിയില് എന്തെങ്കിലും ഒരു ഇഷ്യൂ പൊട്ടിത്തെറി ഉണ്ടാവുമ്പോഴാണ് അന്ന് നീ എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഈവൻ വേണ്ട, നമ്മള് ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഫാദർ ഇങ്ങനെയായിരുന്നു, നിന്റെ ഫാദറും ഇങ്ങനെയായിരുന്നല്ലോ, അങ്ങനെ. അപ്പൊ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ നാർസിസ്റ്റിന്റെ അടുത്തൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത് നീനൊക്കെ തന്നെ, നിന്റെ ആൾക്കാരും ഇങ്ങനെ തന്നെയാണല്ലോ. ഇതിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു ആയുധമായിട്ട് എടുക്കും അവര്. ചിലവര് ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു ഗ്ലാസ് അവരുടെ കൈ, ഇപ്പൊ ഇവിടെ ഗ്ലാസ് വെച്ചു, വരുണിന്റെ കയ്യിൽ നിന്ന് തട്ടി. ഞാൻ പറയാണ്, അല്ല വരുൺ എന്നോട് പറയാണ്, നീ ഒറ്റൊരുത്തിക്കാരനാണ് ഈ ഗ്ലാസ് പൊട്ടിയത്. അപ്പൊ ഞാൻ വരുണിന്റെ കൈ കൊണ്ടല്ലേ തട്ടിയത്. അപ്പൊ വരുൺ വീണ്ടും പറയണ, നീ ഇവിടെ ഗ്ലാസ് വെച്ചുകൊണ്ടാണ് ഇത്. അപ്പൊ അങ്ങനെയുള്ള, അതായത് നിന്റെ സ്വയം തെറ്റ് എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിക്കാനും മടിക്കാത്ത ആളുകളാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ വരുണിനോട് പറയണ, നല്ല ഭംഗിയുള്ള സെറ്റ്, ഇത് അവളെ കാണിക്കാനായിരിക്കല്ലേ, നിങ്ങള് സ്ഥിരം പോണത് ഇതിനാണല്ലേ. അപ്പൊ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളോട് ഈ രഹസ്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം നാർസിസ്റ്റിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പുറമെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ നടക്കുക, ഏറ്റവും മാന്യനായിരിക്കും, ഏറ്റവും ഡ്രസ്സിങ്ങിലൊക്കെ അവർ ഏറ്റവും ശ്രദ്ധിക്കും, ആളുകളോടൊക്കെ ഏറ്റവും നല്ല പ്ലീസിങ് ചെയ്ത് സംസാരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്കേ അറിയുള്ളൂ എത്രത്തോളാണ് അവർ അനുഭവിക്കുക എന്നുള്ളത്. അതില് ജാതി ഭേദമോ പണമോ ഒന്നുമില്ല. നമ്മളെ എല്ലാ ടൈപ്പ് കേസുകളും അറ്റൻഡ് ചെയ്യുന്നതാണ്. ഈ ഒന്ന് ആലോചിച്ച് നോക്കി, ലൈഫ് ലോങ് ഇങ്ങനെ ക്വസ്റ്റ്യനിങ് ചെയ്തും ത്രെറ്റനിങ് ചെയ്തും മാനിപ്പുലേറ്റ് ചെയ്തും ഗ്യാസ്ലൈറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ കൂടെ ഇങ്ങനെ കുത്തി 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 നമ്മളെ ഇല്ലാതാക്കുന്ന മനുഷ്യരുടെ കൂടെ ജീവിച്ചു പോവുക. മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന മനുഷ്യരുണ്ടാവില്ല. എല്ലാവരും ഡിവോഴ്സ് ചെയ്യണമെന്നല്ല, പക്ഷെ ഇങ്ങനെ വേദനിച്ച് 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 ഉരുകി 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 എത്ര കാലം നമ്മളിങ്ങനെ ജീവിക്കും? അതെ, അങ്ങനെ ജീവിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതല്ലേ നമ്മൾ ഒരാളെ സഹിച്ച് അയാളുടെ വഴക്ക്, പ്രശ്നങ്ങള്, തല്ലുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളൊരു നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനേക്കാളും എത്രയോ ബെസ്റ്റ് ചോയ്സ് ആണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതെ അതെ, അല്ല അത് ഇപ്പൊ ശരിക്കും നല്ലതിന് നടക്കുന്നുണ്ട്, ചീത്തയ്ക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ, അതിപ്പം ആണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കി നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ നിസ്സാരമായ കാര്യത്തിന്റെ പേരിലും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ നിസ്സാരം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ഇല്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഈ നിസ്സാര പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിൽ നമുക്ക് അപ്പം തീരുമാനം എടുക്കാം. ഈ അമ്മായിയമ്മ പോരൊക്കെ തേർഡ് പാർട്ടി, അത് അമ്മായിയമ്മ, നാത്തൂൻ, ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിരന്തരം എല്ലാത്തിലും കയറി ഇടപെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇൻലോസിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രായമായിട്ടുള്ള ആളുകളെ ഇങ്ങനെ നമ്മൾ
നിങ്ങൾ ഇനിയെങ്കിലും മാറണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മാറാമല്ലോ, നമുക്ക് മാറാം, നമുക്ക് ജോലി സംബന്ധമായി മാറി താമസിക്കാം, നമ്മുടെ ചിന്താഗതി, നമ്മുടെ കൊഗ്നീഷനെ നമുക്ക് മാറ്റിയെടുക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ഫാമിലി കൗൺസിലിങ്ങിന് എടുക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ മാറ്റം വരുന്നുണ്ട്. കുറേയൊക്കെ സ്ത്രീകള് ജോലിക്ക് പോട്ടെ അല്ലെങ്കിൽ മുന്നോട്ട് പോട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത്രേ ഉള്ളൂ, നമുക്ക് സ്വാതന്ത്ര്യം തരേണ്ടതും നമുക്ക് സന്തോഷം തരേണ്ടതും നമ്മളിലാണ്. നമ്മുടെ സന്തോഷവും നമ്മുടെ സമാധാനം എന്ന് പറയുന്നത് നമ്മളിലാണ്. നമ്മൾ തീരുമാനിക്കുന്നിടത്ത്, നമ്മൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നിടത്താണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് പറയാനാണെങ്കിൽ എല്ലാം പ്രശ്നമാണ്. കാരണം ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയർ, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ഫാമിലിയിൽ നിന്ന് വരുന്ന രണ്ട് മനുഷ്യന്മാർ കൂടി ചേരുന്ന ഒരു കാര്യമാണ്. അവിടെ ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവിൻ്റെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ മുന്നോട്ട് പോകാം. പക്ഷെ ഭർത്താവ് പിന്തുണയില്ല, പക്ഷെ കുടുംബം അടിപൊളിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണർ നമുക്ക് ഒരു സ്ത്രീക്ക് എപ്പോഴും വേണ്ടത്, എനിക്ക് ഞാനുണ്ട് കേട്ടോ, ആരെന്ത് ചോദിച്ചാലും ഞാനുണ്ട് എന്നുള്ളൊരു പൂർണ്ണ പിന്തുണ ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയില്ല, അമ്മയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ ഭാര്യയാണ്. പക്ഷെ ഈ പിന്തുണ എന്ന് പറയുന്നത് ഭാര്യ അടിച്ചമർത്തിക്കൊണ്ടല്ല. പിന്തുണ എന്ന് പറയുന്ന അമ്മയെ മോശമാക്കി പറഞ്ഞിട്ടല്ല, ഇതെൻ്റെ അമ്മയാണ്, ബാലൻസ് ചെയ്ത്. എനിക്കൊന്ന് അതിനൊരു പ്രത്യേക ക്ലാസ് ഭർത്താക്കന്മാർക്ക് കൊടുക്കണം. ബാലൻസിങ് പലപ്പോഴും അറിയാതെ പോകുന്നത് കൊണ്ട് ഉള്ള. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ പാരന്റിങ്ങിൽ വളരെ കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഒരു പരിധി വരെ അമ്മ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുള്ള അമൂൽ ബേബീസിന് ഭയങ്കര പ്രശ്നമാണ്. അമൂൽ ബേബീസിന് കല്യാണം കഴിക്കരുതെന്നാണ്. അപ്പോൾ ഇങ്ങനെ അമ്മമാര് പറയുന്നത് പോലെ ഒരു തീരുമാനം, ഇപ്പൊ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ നമ്മൾ പറയാം. അതായത് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, ഒരു ഷർട്ട് എടുക്കണമെങ്കിൽ, ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ, ഒരു യാത്ര പോകണമെങ്കിലൊക്കെ അമ്മയോ അച്ഛനോ തീരുമാനിച്ച. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്തൊരു സ്ത്രീ കല്യാണം കഴിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ടായിരിക്കും. അവർക്കൊരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അയ്യോ ഉമ്മ പറഞ്ഞ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഉമ്മ കേട്ടാ പ്രശ്നമാണ്. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും നമ്മൾ പറയാറില്ലേ, ഉറച്ച മരത്തിലാണ് നമ്മൾ ചായയുള്ളൂ. ഉറച്ച മരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറയുന്ന പോലെ അത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ കഷ്ടപ്പെടും.